വാർത്തകൾ വിശദമായി. കൈക്കൂലി നൽകിയെന്ന് ആരോപിച്ച് ഗൗതം അദാനിക്കെതിരായ അമേരിക്കയിലെ കേസ് ഇന്നും പാർലമെന്റ് സ്തംഭനത്തിന് വഴിവെച്ചു. ഗൗതം അദാനിയുടെ അറസ്റ്റ് ആവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ പ്രതിപക്ഷ എംപിമാർ ലോക്സഭയിൽ മുദ്രാവാക്യം വിളിച്ചു. മോദി സർക്കാർ നൽകുന്ന സംരക്ഷണം അവസാനിപ്പിച്ച് അദാനിയെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. ഇന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ചേർന്നു. ഉടൻ പ്രതിപക്ഷം ബഹളം തുടങ്ങി. അദാനിയെ അറസ്റ്റ് ചെയ്യണമെന്നും അമേരിക്കയിലെ നിയമ നടപടികളുടെ പശ്ചാത്തലത്തിൽ സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണം വേണമെന്നും കോൺഗ്രസ് ലോക്സഭയിലും രാജ്യസഭയിലും ആവശ്യപ്പെട്ടു. ലോക്സഭയിലുണ്ടായിരുന്ന രാഹുൽ ഗാന്ധിയും അറസ്റ്റ് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ എംപിമാർക്കൊപ്പം മുദ്രാവാക്യം മുഴക്കി. പ്രതിഷേധം അവഗണിച്ച് ചോദ്യോത്തരവേളയുമായി സ്പീക്കർ മുന്നോട്ടു പോകാൻ ശ്രമിച്ചെങ്കിലും ബഹളത്തിൽ മുങ്ങി. 12 മണിവരെ ആദ്യം പിരിഞ്ഞ സഭ പിന്നീട് ചേർന്നപ്പോഴും ബഹളമുണ്ടായി. രാജ്യസഭയിലും സമാന കാഴ്ചകളാണ് കണ്ടത്. ചർച്ച ആവശ്യപ്പെട്ട് പ്രതിഷേധിച്ച പ്രതിപക്ഷത്തെ രൂക്ഷമായ ഭാഷയിൽ ചെയർമാൻ ജഗദീപ് ധൻകർ നേരിട്ടു. ഒന്നും രേഖകളിലുണ്ടാകില്ലെന്നും ചെയർമാൻ വ്യക്തമാക്കി. അദാനിക്കെതിരെ സർക്കാർ ചെറുവിരൽ അനക്കുമെന്ന് കരുതുന്നുണ്ടോ എന്നും മാധ്യമങ്ങളോട് രാഹുൽ ഗാന്ധി ചോദിച്ചു. മണിപ്പൂർ കലാപം, സമ്പൽ സംഘർഷം, വയനാട് ദുരന്തം തുടങ്ങിയ വിഷയങ്ങളിലും പ്രതിപക്ഷം ചർച്ച ആവശ്യപ്പെട്ടിരുന്നു. വഖഫിലെ സംയുക്ത പാർലമെന്ററി സമിതിയുടെ നടപടികളിൽ പ്രതിപക്ഷം അതൃപ്തി അറിയിച്ചതിന് പിന്നാലെയാണ് JPC യോഗം ചേരുന്നത്. മറ്റന്നാൾ റിപ്പോർട്ട് നൽകാനിരിക്കെ ഇനിയും പല സംസ്ഥാനങ്ങളെയും കേട്ടിട്ടില്ലെന്ന പരാതി സർക്കാരിന് മുന്നിലുണ്ട്. കാലാവധി നീട്ടണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുമ്പോൾ ഈ സമ്മേളന കാലത്ത് തന്നെ ബില്ല് പാസാക്കാനാണ് സർക്കാരിന്റെ നീക്കം.